വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ സ്കൈ ലൈനിലെ ഓണം എങ്ങനെയാണെന്നുള്ളതാണ്. ഞങ്ങൾ താമസിക്കുന്ന, അതായത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ പേരാണ് കേട്ടോ സ്കൈ ലൈൻ ഇമ്പീരിയൽ ഗാർഡൻ. അപ്പോൾ ഇന്ന് ഇവിടെ ഓണാഘോഷമാണ്. ഞങ്ങൾക്ക് ഓണത്തിൻ്റെ ഒരു എസൻസ് തലേ ദിവസമേ തുടങ്ങും. എല്ലാവരും കൂടി ഭയങ്കര രസമായിട്ട് പൂക്കളും കാര്യങ്ങളും എല്ലാം ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ ഇട്ട് വെച്ചതാണ്. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. അടിപൊളിയായിട്ട് പൂക്കളവും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ, വീഡിയോയിൽ ചെണ്ടമേളം തുടങ്ങിയിട്ടുണ്ട്. കുട്ടി പുലികളൊക്കെ റെഡിയായി വരുന്നു. അവരുടെ എല്ലാം പുലിക്കളിയുണ്ട്, മാവേലി വരും, പിന്നെ പായസം കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് ഇനി ഉള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വാ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ നേരെ പോയത് പായസം കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. പായസം കോമ്പറ്റീഷൻ ഇവിടെ എല്ലാ വർഷവും നടത്താറുണ്ട് ഓണത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ്റെ ഒപ്പം തന്നെ. ഇപ്രാവശ്യം ഞാൻ സാധാരണ ഇവിടെ വന്നിട്ട് പായസം കോമ്പറ്റീഷൻ്റെ ഇത് കാണാറില്ല. നമ്മളുടെ പ്രോഗ്രാമൊക്കെ ഏകദേശം ഒരു 9:30 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ താഴെ ചെണ്ടമേളം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ ഒരു ടൈമിൻ്റെ ഒപ്പം തന്നെയാണ് ഇവിടെ പായസം കോമ്പറ്റീഷനും നടക്കുന്നത്. എന്നിട്ട് ജഡ്ജസ് വന്ന് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കി അവർ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസൊക്കെ ഡിസൈഡ് ചെയ്തതിന് ശേഷമൊക്കെ ആയിരിക്കും എല്ലാവരും ഇതിൻ്റെ അകത്തോട്ട് കയറുകയുള്ളൂ. അപ്പം നമുക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാനൊരു 3-4 തരം പായസമൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജഡ്ജസ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ അവിടെ ചെന്നത്. വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അവരെല്ലാം ഒരു സൈഡിലോട്ട് മാറി എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. തണ്ണിമത്തൻ പായസമൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കാണുന്നത്. സാധാരണ എനിക്കങ്ങനെ മധുരത്തിനോട് വലിയ പ്രിയമുള്ള ഒരാളല്ല. പക്ഷേ എനിക്ക് ഈ ഇളനീർ പായസം, അടപ്രഥമനാണോ, അടപ്പായസം, പിന്നെ സേമിയ, പാലട പിന്നെ സേമിയ, ഈ 3 പായസവും എനിക്കിഷ്ടമാണ്. മധുരം കുറവായിട്ട് കഴിക്കാനായിട്ടാട്ടോ എനിക്ക് ഇഷ്ടമുള്ളത്. ഇത് 3ഉം നല്ല ഇവിടെ സേമിയ ഉണ്ടായിരുന്നു, അടയുണ്ടായിരുന്നു, ഇളനീരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് കിട്ടിയത് പരിപ്പ് പായസത്തിനാണ്. പക്ഷെ എനിക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. നമ്മളറിയില്ല ആരാണ് അവർ ജഡ്ജസായിട്ട് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ വർഷം ഇവരായിരുന്നു കേട്ടോ ജഡ്ജസായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ ഹാള് ഫുള്ളൊന്ന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് മിനിമലായിട്ടാണ് കേട്ടോ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാളിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു ടേബിളിൻ്റെ പുറത്ത് ഉരുളിയിൽ പൂവെല്ലാം വെച്ച് പറയൊക്കെ വെച്ച് ഒരു ഡെക്കറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ എല്ലാവരും വരുന്നതിന് മുമ്പ് എടുത്ത കാരണം കൊണ്ട് എനിക്കിത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റി. ഇത്രയും വർക്കൊക്കെയുള്ള ശംഖ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് മൊത്തത്തിൽ നമുക്ക് ഓണം വരുമ്പോഴേ ഇങ്ങനെ പൂക്കളുടെ സ്മെല്ലടിക്കുമ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ മൊത്തം. അങ്ങനെ മാവേലി വന്ന് ഞങ്ങളുടെ ക്ലബ് ഹൗസിലോട്ട് കയറി. അവിടെ ചെയർസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഓണത്തിന് ഉണ്ടാകുന്ന ആൾക്കാർ എല്ലാ വർഷവും ഉണ്ടാകുന്നതിനെ കഴിഞ്ഞും കുറവായിരുന്നു കേട്ടോ ഈ വർഷം. കുട്ടിപ്പുലികളെല്ലാം സ്റ്റേജിലോട്ട് കയറി. ഭയങ്കര രസമാണ് കേട്ടോ ഇവരെ കാണാനായിട്ട്. ഈ കുഞ്ഞു ഡ്രസ്സും ഇട്ടിട്ട് ഇവരിങ്ങനെ ഓരോ ആക്ഷനും ഒക്കെ കാണിച്ച് കുറച്ച് നേരം അവർ സ്റ്റേജിലുണ്ടായിരുന്നു മാവേലിയുടെ ഒപ്പം ഫോട്ടോ എടുക്കാനും ഒക്കെ. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞേ?
ഇതില് ഈ ഷർട്ടില് കഥകളിയുണ്ട്, പിന്നെ അത്തപ്പൂരുണ്ട്, പിന്നെ നമ്മുടെ സദ്യ തിരുവാതിരക്കളി വരെയുണ്ട്, സദ്യയുണ്ട്, പിന്നെ നാദസ്വരമുണ്ട്, എന്ത് വേണം ഇനി, പിന്നെ ഓട്ടത്തുള്ളലുണ്ട്, എല്ലാം ഉണ്ട്. മിശ്രമായ അടിപൊളി ഷർട്ട്. ചെറിയ കുട്ടികൾ തൊട്ട് പിന്നീട് അങ്ങോട്ട് ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ തന്നെ ഒരു 3 റീമിക്സ് ഒരുമിച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ള ഡാൻസ് പെർഫോമൻസുകൾ 1-2 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുതിർന്ന ആൾക്കാരുടെ ഒരു 60 എബവ് ഉള്ള ആൾക്കാരുടെയൊക്കെ ആയിരുന്നു ഗെയിമും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. നമ്മളെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവരടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഓടി ഒരു പിരമിഡ് ഉണ്ടാക്കലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 ടീമായിട്ട്. അവരടിപൊളിയായിട്ട് ആ ടാസ്ക് ചെയ്തു. നമുക്ക് ശരിക്കും ഇവിടെ ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിലുണ്ടല്ലോ, ഞങ്ങൾ എന്താ പറയുക, എല്ലാ ഏജിലുള്ള ആൾക്കാരും നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. തീരെ കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ നല്ല ആക്റ്റീവാണ്. അതുകൊണ്ട് എന്ത് ഫങ്ഷൻസ്, ഇപ്പോൾ ഓണം ആയാലും ക്രിസ്മസ് ആയാലും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും എല്ലാവരും. അങ്ങനെ ആ ഗെയിം അത് ടൈയായി. Completely automated public Turing test. What is that? Completely automated public Turing test. What? Huh? GPS. Wrong answer. CAPTCHA is the right answer. ഞാനാടും പണ്ണാത്തിക്കിളിയെ എന്നിൽ മുഴുകാനായി കൊതിയോടും മായിക്കാറും ഓണപ്പാട്ടിൻ താളം കൊള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ആരുമാനിരുന്നാലും
ആമോദത്തോടെ വസിക്കും കാലം കള്ളവുമില്ല ചതിയുമില്ല പറയും ചെറുപണിയും നാടും ആണിടും കാലം അങ്ങനെ ഗ്രൂപ്പ് സോങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ചെറിയ കുട്ടികളുടെ വടംവലിയും ടീനേജ് കുട്ടികളുടെ വടംവലിയും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നേ. കട്ടയ്ക്ക് അവർ പിടിച്ച് അപ്പുറം ഇപ്പുറവും നല്ല ടൈറ്റായിരുന്നു കോമ്പറ്റീഷൻ. IG പിന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, അതൊരു പടി മുകളിൽ തന്നെയാണ്. IG സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ സ്പോർട്സിന് എത്രമാത്രം സ്പിരിറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ തിരുവാതിരയായിരുന്നു കേട്ടോ നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം. കുറേ അധികം ആളുകളുണ്ടായിരുന്നു ഇപ്രാവശ്യം തിരുവാതിരയ്ക്ക്. അത് കഴിഞ്ഞ് പ്രായമായിട്ടുള്ള എല്ലാവരോടും പോയി ആദ്യം സദ്യ കഴിച്ചോളാനായിട്ട് നമ്മൾ പറഞ്ഞു. കാരണം രാവിലെ തൊട്ടൊരു 9:30 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ, ഇവരെല്ലാവരും വിശന്നിരിക്കുമായിരിക്കും, മെഡിസിൻസൊക്കെ കഴിക്കേണ്ട ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാരെല്ലാവരും ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരുന്നു സദ്യ കഴിക്കാനായിട്ട്. ഓടിപ്പോയി അവരുടെയൊക്കെ ഒരു വീഡിയോ എടുത്താണ്. ഇങ്ങനെ ഒരു 3-4 ട്രിപ്പ് കഴിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ ടോട്ടല്. ഇപ്പം ഇത് 2 തരം അച്ചാർ, പിന്നെന്താണ് ചിപ്സ്, ശർക്കര വരട്ടി, ഇഞ്ചിക്കറി, ആ വൈറ്റ് കളർ കറി എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, പിന്നെ തോരൻ, ഓലൻ, കാളൻ, പൈനാപ്പിൾ കറി, പരിപ്പ്, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ, കൂട്ടുകറി, പിന്നെ എലിശ്ശേരി ആണോ ഒന്നും എനിക്കറിഞ്ഞൂടാ, വേറെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു, സാമ്പാർ, രസം, മോര്, അങ്ങനെയുള്ള പപ്പടം, പഴം, എല്ലാം ഉണ്ടായിരുന്നു. പായസമൊക്കെ 2-3 തരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് സദ്യ കഴിച്ച കാരണം കൊണ്ട് അങ്ങനെ ഭയങ്കരമായ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കറിയെല്ലാം നല്ലതായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിരുന്നതിൻ്റെ അപ്പുറത്തൊരു അപ്പച്ചനായിരുന്നു ഇരുന്നിരുന്നത്. ആ അപ്പച്ചൻ നല്ല ശരിക്കും സദ്യ കഴിക്കുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് സദ്യ കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ചോറ് ബാക്കി വെച്ച് അവസാനം മോരുമൊക്കെ കൂട്ടിയാണ് ആ അപ്പച്ചൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ അവരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിക്കും. കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അവരിൽ നിന്ന് പഠിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോളെ ഒന്ന് വിളിച്ചു കുറച്ച് ഷോർട്സും കാര്യങ്ങളും എടുക്കാനായിട്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അവരെല്ലാവരും ഒക്കെ കഴിക്കുന്ന വീഡിയോ എല്ലാം പിന്നെ അവളാണ് കേട്ടോ പോയി എടുത്തത്. അങ്ങനെ ഇന്നത്തെ ഓണപ്പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. കുറേ പേര് സദ്യയൊക്കെ കഴിക്കുന്നതേ ഉള്ളൂ. ഞാനൊക്കെ സദ്യ കഴിച്ചു.
അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം.